Welcome to our YouTube channel M4 Edu Arena 2290. അപ്പോൾ നമ്മൾ 7th സ്റ്റാൻഡേർഡിലെ ഗ്ലിംസസ് ഓഫ് ദ എമിറേറ്റ്സ് എന്ന ചാപ്റ്ററാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് അതിലെ ആക്ടിവിറ്റീസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ, pick out sentences related to the following pictures from the passage and write them in the space provided. എന്താണ് പറയുന്നത്? 3 പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ? 3 പിക്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചതാണ്. ഒന്നാമത്തത് ബുർജ് ഖലീഫയാണ് തന്നിട്ടുള്ളത്. ബുർജ് ഖലീഫയെ കുറിച്ച് എന്തറിയാമെന്ന് നമുക്ക് അവിടെ എഴുതണം. അതുപോലെ തന്നെ രണ്ടാമത്തെ പിക്ചർ എന്താണ്? ബോട്ട് റൈഡ് അറ്റ് ബുർദുബായ് അല്ലേ? ബുർദുബായിലെ ഒരു ബോട്ടിങ്ങിന്റെ പിക്ചറാണ് തന്നേക്കുന്നത്. തേർഡ് വൺ എന്താണ്? സോളാർ പവർ പ്ലാന്റ്. ഓക്കെ, അപ്പോൾ ബുർജ് ഖലീഫയെ കുറിച്ച് നമ്മുടെ ടെക്സ്റ്റിൽ തന്നെയുണ്ട്. എന്താണ് ബുർജ് ഖലീഫയെ കുറിച്ച് സെന്റൻസ് പിക്ക് ചെയ്തേ? എന്താണ് ബുർജ് ഖലീഫയെ കുറിച്ച് പറയുന്നത്? ബുർജ് ഖലീഫ ഈസ് ദ ടാളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ വേൾഡ്. ക്ലൈംബിംഗ് ഇറ്റ് ഓൾ ദ വേ അപ്പ് വുഡ് ടേക്ക് യു ടു ദ ടോപ്പ് ഓഫ് ദ വേൾഡ്. ഈ സെന്റൻസ് നമ്മുടെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 28 തന്നെ കിടപ്പുണ്ട്. ബുർജ് ഖലീഫയെ കുറിച്ച് നമ്മൾ എഴുതി. നെക്സ്റ്റ് എന്താണ്? അതൊരു ബോട്ട് റൈഡിംഗ് ആണ് അല്ലേ? എവിടെയാണ്? എ ബോട്ട് റൈഡ് അറ്റ് ബുർദുബായ് ലേറ്റ് ഇൻ ദ ഈവനിങ് വാസ് എ ഫാസിനേറ്റിംഗ് എക്സ്പീരിയൻസ്. The dazzling lights and their reflections on the creek give you a feeling of being out of the world. നമ്മൾ പഠിച്ചതാണ്. നെക്സ്റ്റ് ഏതാണ്? സോളാർ പവർ പ്ലാന്റ്. സോളാർ പവർ പ്ലാന്റിനെ കുറിച്ച് എന്തറിയാം? പിക്ക് ഔട്ട് ദ സെന്റൻസസ്. സോളാർ പവർ പ്ലാന്റ് ഈസ് ദ ലാർജസ്റ്റ് സിംഗിൾ സൈറ്റ് സോളാർ പവർ പ്ലാന്റ് ഇൻ ദ വേൾഡ്, producing a stupendous 1.2 gigawatt of power. Of course, tourists are not allowed inside. The plant has an amazing 3.2 million solar panels. അപ്പം ഇത്രയും പോയിന്റ്സ് എഴുതുമ്പോൾ നമുക്ക് ഈ ഒരു 3 പിക്ചറിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി നമുക്ക് നോക്കാം. സെറ ഈസ് ഗൈഡിങ് ഹെർ ഫ്രണ്ട് മിഴി, who is not familiar with the locality, on how to reach her school. അപ്പോൾ എന്താണ്? സെറ അവളുടെ കൂട്ടുകാരിയായിട്ടുള്ള മിഴിക്ക് വഴികാട്ടി കൊടുക്കുകയാണ്. എങ്ങോട്ട് പോകാനാണ്? സ്കൂളിലേക്ക് പോകാനായിട്ട് വഴികാട്ടി കൊടുക്കുകയാണ്. മിഴിക്ക് സ്കൂളിലേക്കുള്ള വഴി അറിയില്ല. അപ്പോൾ സെറ എങ്ങനെയാണ് വഴികാട്ടുന്നത് നമുക്ക് നോക്കാം. ഒരു കോൺവെർസേഷൻ തന്നിട്ടുണ്ട്, അതൊന്ന് വായിക്കാം. മിഴി: ഹേയ് സെറ, ഡു യു നോ ഹൗ ടു ഗെറ്റ് ടു മൈ സ്കൂൾ, ടൗൺ മോഡൽ സ്കൂൾ? എന്താണ്? ഹേയ് സെറ, നിനക്കറിയാമോ സ്കൂളിലേക്കുള്ള വഴി, ടൗൺ മോഡൽ സ്കൂളിലേക്കുള്ള വഴി നിനക്കറിയാമോ? സെറ: യു ഹാവ് നെവർ ഗോൺ ടു ദ സ്കൂൾ ഫ്രം ഹിയർ, ഹാവ് യു? ഇവിടുന്ന് പോകാൻ അറിയില്ലേ? മിഴി: നെവർ, ഇല്ല. ഹൗ ഷുഡ് ഐ ഗെറ്റ് ദെയർ, ഓൺ ഫൂട്ട് ഓർ ടേക്കിംഗ് എ ബസ്? ഞാൻ നടന്നു പോകുമോ അതോ ബസ്സിലാണോ പോകേണ്ടത്? സെറ എന്തു പറയുന്നു? വൈ ഡോണ്ട് യു വാക്ക്, ഇറ്റ്സ് ഫൺ. എന്തിനാ നടക്കുന്നേ? എന്തുകൊണ്ട് നടക്കുന്നു? മിഴി: കൂൾ. സോ ഹൗ ഡു വി ഗെറ്റ് ദെയർ? നമ്മൾ എങ്ങനെ അവിടെ എത്തും? അപ്പൊ സെറ എന്താ പറഞ്ഞു കൊടുക്കുന്നത്? ഓൾ റൈറ്റ്, ലിസൺ, ശ്രദ്ധിക്കൂ. ദിസ് ലെയിൻ ജോയിൻസ് ബീച്ച് റോഡ്. ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ നാരോ റോഡ്, എസ്പെഷ്യലി ഇൻ റൂറൽ ഏരിയാസ്. റൂറൽ ഏരിയയിലൊക്കെ ഉള്ള ചെറിയ ഇടുങ്ങിയ റോഡിനെയാണ് എന്തെന്ന് പറയുന്നത്? ലെയിൻ എന്ന് പറയുന്നത്. ദിസ് ലെയിൻ ജോയിൻസ് ബീച്ച് റോഡ്. ബീച്ച് റോഡിൽ ചെന്നാണ് ഇത് ജോയിൻ ആവുന്നത്. വാക്ക് എലോങ് ബീച്ച് റോഡ് ടിൽ യു കം ടു ദ ബിഗ് ഗ്രീൻ സൈൻ ഫോർ തൂവൽ തീരം റോഡ്. അപ്പോൾ ബീച്ച് റോഡിൽ കൂടി നടന്ന് അവിടെ ചെന്ന് അവസാനിക്കുമ്പോൾ ഒരു ഗ്രീൻ സൈൻ കാണാം. അതെവിടെ എത്തും? തൂവൽ തീരം റോഡിലെത്തും. എവറിഥിങ് ക്ലിയർ സോ ഫാർ? ഓക്കെ, മിഴി പറയുവാണ് ഗോ ഇറ്റ്, ബീച്ച് റോഡ്, ഗ്രീൻ സൈൻ, തൂവൽ തീരം റോഡ്. ഓക്കെ, സെറ എന്ത് പറയുന്നു? എക്സാക്ട്ലി, തീർച്ചയായും. ടേൺ ലെഫ്റ്റ് ആൻഡ് കീപ് ഗോയിങ് ഫോർ അബൌട്ട് 200 meters. തിരിഞ്ഞിട്ട് എങ്ങനെ? 200 meters നേരെ നടക്കണം. ദെൻ ടേൺ ലെഫ്റ്റ്, പിന്നീട് തിരിഞ്ഞിട്ട് again on to അംഗൻവാടി റോഡ്. അംഗൻവാടി റോഡിലോട്ട് വീണ്ടും നടക്കണം. റൈറ്റ്, വാട്ട്സ് നെക്സ്റ്റ്? ശരി, എന്താണ് അടുത്തത്? വാക്ക് പാസ്റ്റ് ദ പോസ്റ്റ് ഓഫീസ് ആൻഡ് ദ പാർക്ക്, ഇറ്റ്സ് നൈസ് റോഡ്. പിന്നെ എങ്ങോട്ടാണ്? പോസ്റ്റ് ഓഫീസിലേക്കും പാർക്കിലേക്കും അല്ലേ? അതൊരു സ്ട്രോൾ മീൻസ് എന്താണ്? ലെഷർ വേ ആണ്, അതായത് ഉല്ലാസയാത്ര പോലെയാണ്. ദാറ്റ്സ് വണ്ടർഫുൾ. ഓ, അത് നല്ല ഫാന്റാസ്റ്റിക് ആണല്ലേ. വാട്ട് കംസ് ആഫ്റ്റർ ദാറ്റ്? അതിനുശേഷം എങ്ങനെയാണ്? ടേൺ ലെഫ്റ്റ് ഇൻ ടു റെയിൽവേ സ്റ്റേഷൻ റോഡ്. പിന്നെ റെയിൽവേ സ്റ്റേഷൻ റോഡിലോട്ട് തിരിയുക. കീപ് ഗോയിങ് സ്ട്രേറ്റ്, പിന്നെ നേരെ പോവുക. ആഫ്റ്റർ അബൌട്ട് 150 meters യു വിൽ സീ യുവർ സ്കൂൾ ഓൺ ദ ലെഫ്റ്റ്. 150 meter നടക്കുമ്പോൾ എന്താണ്? ലെഫ്റ്റ് സൈഡിൽ എന്ത് കാണാം? നമ്മുടെ സ്കൂള് കാണാം. യു വോണ്ട് മിസ് ഇറ്റ്.
ദർ ഈസ് ആൻ ഐസ്ക്രീം ഷോപ്പ് എക്രോസ് റോഡ്. അവിടെ എന്തുണ്ട്? ഒരു ഐസ്ക്രീം ഷോപ്പും കൂടി ഉണ്ട്. അപ്പൊ മിഴി പറയുന്നു താങ്ക്സ് എയർഫുള്ളി, ഐ വിൽ ഹാവ് എ ഗോ, ബൈ. ബൈ പറഞ്ഞ് മിഴി പോവുകയാണ്. സെറ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക് സ്കൂളിലേക്കുള്ള വഴി പറഞ്ഞു കൊടുത്തു. അപ്പം നമുക്ക് താഴെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. എന്താണ് അതിൽ പറയുന്നത്? വേ ടു മൈ സ്കൂൾ, എൻ്റെ സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ് കാണിച്ചേക്കുന്നത്. ഇതൊരു മാപ്പ് രൂപത്തിലല്ലേ വരച്ചേക്കുന്നത്, നമുക്കത് കാണാൻ പറ്റും. തൂവൽ തീരം റോഡുണ്ട്, അതിനകത്ത് സ്കൂളുണ്ട്, പോസ്റ്റ് ഓഫീസ് ഉണ്ട്, സ്റ്റേഡിയം ഉണ്ട്, പാർക്ക്, ബാങ്ക്, ബീച്ച് റോഡ് എക്സെട്ര. ഇതിലേക്കൂടെയൊക്കെ കടന്നു പോയാൽ മാത്രമേ മിഴിക്ക് തന്റെ സ്കൂളിൽ എത്താൻ പറ്റൂ എന്നാണ് സെറ വഴി കാട്ടി കൊടുത്തത് അല്ലേ. ഒരു മാപ്പുണ്ട്, നമുക്ക് പെട്ടെന്ന് തന്നെ മാപ്പിനെ വിളിക്കാം എന്നുള്ള കാര്യം തന്നെ ഓർമ്മിക്കാം അല്ലേ. അപ്പോൾ മാപ്പ് വരച്ചിട്ടാണ് വേ ടു മൈ സ്കൂള് സെറ മിഴിക്ക് പറഞ്ഞു കൊടുത്തത്. നോക്കിക്കേ, ലെറ്റസ് റീഡ് ദ ഫോളോയിങ് ഇൻസ്ട്രക്ഷൻസ്. താഴെ തന്ന ഇൻസ്ട്രക്ഷൻസ് ഒന്ന് നോക്കിക്കേ. അപ്പോൾ മുകളിൽ പറഞ്ഞ കോൺവെർസേഷനിൽ നിന്നും അവര് ഒരു പാസേജ് ആക്കി എഴുതിയേക്കുവാണ്. എങ്ങനെയാണ് അവർ സ്കൂളിലേക്ക് എത്തിയത്? എങ്ങനെയാണ്? ടു റീച്ച് ടൗൺ മോഡൽ സ്കൂൾ, ഗോ സ്ട്രേറ്റ് along ബീച്ച് റോഡ് for 50 meters. You can spot a big green screen board indicating Tuval Thiram Road. Go 200 meters along Tuval Thiram Road and take a left turn to Anganwadi Road. Continue walking past the post office and the park. Take the first left turn onto railway station road. Walk straight ahead for 150 meters. You will find the school on your left. You won't miss it if you notice the ice cream shop across the road. അപ്പോൾ അത് ഒരു പാസേജ് ആക്കി എഴുതിയേക്കുവാണ് വേ ടു സ്കൂൾ. ഓക്കെ, അത് മനസ്സിലായെന്ന് കരുതുന്നു. നെക്സ്റ്റ് എന്താണ് പറയുന്നത്? ടേക്ക് യുവർ പെൻസിൽ, ക്രയോൺസ് ആൻഡ് പേപ്പർ. നിങ്ങൾ പെൻസിലും ക്രയോൺസും പേപ്പറും എടുത്തിട്ട് എന്ത് ചെയ്യണം? ലെറ്റ് us draw a map connecting your home to your school. നിങ്ങളുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് എങ്ങനെയാണ് നിങ്ങൾ പോകുന്നതെന്ന് ഒരു മാപ്പ് നിങ്ങൾ വരയ്ക്കാനാണ് പറയുന്നത്. ഷോ ലാൻഡ്മാർക്സ് ഓൺ ദ വേ ലൈക്ക് എ പാർക്ക്. നമ്മുടെ നടന്നു വരുന്ന വഴിയിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? പാർക്ക് കാണാം, എ സൂപ്പർ മാർക്കറ്റ് കാണാം, ബാങ്ക് ഉണ്ടാവും, ആൻ അക്ഷയ കേന്ദ്ര ആൻഡ് എ പോസ്റ്റ് ഓഫീസ്. ഈ വക കാര്യങ്ങളെല്ലാം നമ്മൾ സ്കൂളിൽ പോകുന്ന വഴി കാണാറില്ലേ? ലെറ്റ് us name the roads too. പിന്നെ റോഡിന്റെ പേരുകളും എഴുതാം. യൂസ് ഓൾ ദ ബ്രൈറ്റ് ക്രയോൺസ്, യു ഹാവ് ടു മേക്ക് ദ മാപ്പ് കളർഫുൾ. നിങ്ങൾ വരയ്ക്കുന്ന മാപ്പിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ക്രയോൺസ് ഉപയോഗിച്ചിട്ട് കളർ കൊടുക്കാനാണ് പറയുന്നത്. അതായത് ഓരോ സ്റ്റുഡൻസും ഓരോരുത്തരുടെ വീട്ടിൽ അവരവരുടെ വീട്ടിൽ നിന്നല്ലേ സ്കൂളിലോട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് എന്തെല്ലാം ലാൻഡ്മാർക്സ് കാണപ്പെടുന്നു, എന്തെല്ലാം റോഡിന് പേരുകളുണ്ട്, ഇതെല്ലാം നിങ്ങൾ അതിനകത്ത് മെൻഷൻ ചെയ്യണം. എന്നിട്ട് നല്ല കളറും കൊടുത്ത് അത് ബ്രൈറ്റ് ആക്കി വെക്കുക. ഒരു മാപ്പ് വരയ്ക്കാനാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, റൈറ്റ് എ പാരഗ്രാഫ് ഡിസ്ക്രൈബിംഗ് ദ വേ ടു സ്കൂൾ ഫ്രം യുവർ ഹോം ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. എന്താണ് പറയുന്നത്? നമ്മൾ സെറ മിഴിക്ക് പറഞ്ഞു കൊടുത്ത റൂട്ട് വെച്ചിട്ട് അവരൊരു പാരഗ്രാഫ് എഴുതിയത് കണ്ടില്ലേ? അതുപോലെ നിങ്ങളും സ്കൂളിൽ നിന്ന് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് വരുന്ന വഴിയിൽ കാണുന്ന കാര്യങ്ങളെല്ലാം ചേർത്ത് ഒരു പാരഗ്രാഫ് എഴുതണം. യു മേ കൺസിഡർ സം ഓഫ് ദീസ് ഡയറക്ഷൻസ്. താഴെ തന്നിരിക്കുന്ന എല്ലാ ഡയറക്ഷൻസും അതിനകത്ത് ഉൾപ്പെടുത്തണം എന്നാണ് പറയുന്നത്. ഏതൊക്കെ ഡയറക്ഷൻസ് ആണ് വേണ്ടത്? പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഗോ അലോങ് ദ സ്ട്രീറ്റ് അണ്ടിൽ യു റീച്ച് ദ ട്രാഫിക് ലൈറ്റ്സ്. നെക്സ്റ്റ്, യു വിൽ സീ എ ബാങ്ക് ഓൺ ദ ലെഫ്റ്റ്. It's about 2 kilometers from here. Go along this road. Go straight on ahead. Miss the first 2 turns. At the roundabout, take the first exit. Turn left at the crossroads. Take the second right. It's on your left. Turn right. You will see it front of you. It's on the other side of the road. Keep walking beyond the park. Once you reach the junction, turn right. ഇത്രയും ക്ലൂസ് തന്നിട്ടുണ്ട്. ഇത്രയും ക്ലൂസ് വെച്ചിട്ട് നിങ്ങൾ ഒരു പാരഗ്രാഫ് എഴുതണമെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി ഏതെന്ന് നോക്കാം. സോറി. യുവർ ഫ്രണ്ട് നെഷ്വ മറിയം ഫ്രം UAE decided to visit your home in Kerala. He is the boarding pass of Neshwa Mariam, who arrived at Cochin International Airport from Dubai International Airport. എന്താണ്? നിങ്ങളുടെ ഫ്രണ്ട് നെഷ്വ മറിയം UAE നിന്ന് നമ്മുടെ കേരളം വിസിറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. എവിടെയാണ് വരുന്നത് നെഷ്വ മറിയം? അറ്റ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലോട്ട് ദുബായിൽ നിന്ന് വരികയാണ്. അപ്പോൾ നമ്മൾ ദുബായിൽ നിന്ന് വരണമെങ്കിൽ നമ്മൾ ബസ്സിലാണോ യാത്ര ചെയ്യുന്നത്? അല്ല, നമ്മൾ ഫ്ലൈറ്റിലാണ് വരുന്നത് അല്ലേ. ഫ്ലൈറ്റിൽ വരണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ബോർഡിംഗ് പാസ് വേണം. പിന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ദുബായിൽ നിന്ന് UAE-യിൽ നിന്ന് നമ്മുടെ കേരളത്തിലോട്ട് വരാൻ വേണ്ടി ആവശ്യമുള്ള കാര്യങ്ങൾ? അതായത്
ഫ്ലൈറ്റിൽ വരാനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഇവിടെ തന്നേക്കുന്നത്. എന്തൊക്കെ വേണം? ഒരു എയർവേസിന്റെ ഒരു ബോർഡിംഗ് പാസ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് ബോർഡിംഗ് പാസ് ആണ് അല്ലേ. ബോർഡിംഗ് പാസ് ഇല്ലാതെ നമുക്ക് പാസഞ്ചറിന് ഫ്ലൈറ്റ് കയറാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്തൊക്കെ കാണും ഈ ബോർഡിംഗ് പാസിൽ? എന്തൊക്കെ എഴുതിയിട്ടുണ്ടാവും? പാസഞ്ചറിന്റെ നെയിം കാണും അല്ലേ. ഇവിടെ തന്നിട്ടുണ്ട് പാസഞ്ചേഴ്സ് നെയിം എന്താണ്? നഷ്വ മറിയം എന്ന് തന്നിട്ടുണ്ട്. ഫ്രം എവിടെ നിന്നാണ് വരുന്നത്? ദുബായിൽ നിന്നാണ് വരുന്നത് അല്ലേ. ടു എങ്ങോട്ടാണ് വരുന്നത്? കേരളം, കൊച്ചി. പിന്നെ ഫ്ലൈറ്റ് നമ്പർ ഉണ്ട്, AB123. ഇത് ഫ്ലൈറ്റ് നമ്പർ ആണ്. സീറ്റ് നമ്പർ തന്നിട്ടുണ്ട് 123A. നെക്സ്റ്റ് എന്താണ്? ഡേറ്റ് വേണം അല്ലെ. കറക്റ്റ് ഡേറ്റിൽ അല്ലെങ്കിൽ നമുക്ക് കയറാൻ പറ്റുമോ? ഇല്ല. 24th August. ഗേറ്റ് ഏതാണ്? A1. അപ്പൊ നമ്മൾ ചെല്ലുന്ന ഏത് ഗേറ്റിൽ? A1 എന്ന് പറയുന്ന ഗേറ്റിലാണ് നമ്മൾ ചെല്ലേണ്ടത്. ബോർഡിംഗ് ടൈം എത്രയാണ്? 8 AM. നമ്മൾ അവിടെ ചെല്ലേണ്ട സമയമാണ് ബോർഡിംഗ് ടൈം എന്ന് പറയുന്നത്. 8 മണിക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ സൈഡ് നോക്കിയേ, ബോർഡിംഗ് പാസ് നെയിം നഷ്വ മറിയം തന്നിട്ടുണ്ട്. ഡേറ്റ് തന്നിട്ടുണ്ട് 24 August 2023 എന്ന് തന്നിട്ടുണ്ട്. ബോർഡിംഗ് ടൈം തന്നിട്ടുണ്ട്. എത്രയാ? 8 AM തന്നിട്ടുണ്ട്. ഫ്ലൈറ്റ്, സീറ്റ്, ഗേറ്റ്. ഫ്ലൈറ്റ് നമ്പർ AB123 നമ്മൾ പറഞ്ഞു. സീറ്റ് നമ്പർ പറഞ്ഞു. ഗേറ്റ് പറഞ്ഞു. ഫ്രം എവിടെ നിന്നാണ് വരുന്നത്? നമ്മുടെ ഫ്രണ്ട് ദുബായിൽ നിന്ന്. എങ്ങോട്ടാ വരുന്നത്? കൊച്ചി കാണാൻ അല്ലേ. കൊച്ചിയിലേക്ക് വരുന്നത്. ഇതാണ് ബോർഡിംഗ് പാസ്. അപ്പോൾ ഈ ബോർഡിംഗ് പാസ് ഇല്ലാതെ നമുക്ക് എയർപോർട്ടിനകത്ത് കയറാൻ പറ്റില്ല. യു ക്യാൻ സീ ദ പാസഞ്ചേഴ്സ് നെയിം. നമുക്ക് എന്തൊക്കെ കാണാം? പാസഞ്ചറിന്റെ പേര് കാണാം, ബോർഡിംഗ് എയർപോർട്ട്, ഡെസ്റ്റിനേഷൻ സ്ഥലം കാണാം, ഫ്ലൈറ്റ് നമ്പർ കാണാം, സീറ്റ് നമ്പർ ആൻഡ് ഡിപ്പാർച്ചർ ഗേറ്റ് നമ്പർ. ഇത്രയും കാര്യങ്ങൾ ബോർഡിംഗ് പാസിൽ ഉണ്ടാവും. എ പാസഞ്ചർ കനോട്ട് എൻ്റർ എ ഫ്ലൈറ്റ് വിത്തൗട്ട് ദ ബോർഡിംഗ് പാസ്. ബോർഡിംഗ് പാസ് ഇല്ലാതെ ഒരു പാസഞ്ചറിന് ഫ്ലൈറ്റിൽ കയറാൻ പറ്റില്ല. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. നോക്കിക്കേ, ആഫ്റ്റർ ലാൻഡിംഗ് നഷ്വ മറിയം വാസ് ഗിവൺ എ ഫോം ടു ബി ഫിൽഡ് അപ്പ്. അങ്ങനെ നഷ്വ മറിയം നമ്മുടെ ദുബായിൽ നിന്ന് കൊച്ചി കാണാനായിട്ട് വന്നു. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങിയതിന് ശേഷം ഒരു ഫോം ഫില്ല് ചെയ്യാനായിട്ട് കൊടുത്തു. എന്തായിരിക്കും അത്? ഹെൽപ്പ് ഹർ കംപ്ലീറ്റ് ഇറ്റ്. അവളെ അത് ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കാമോ? കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കാമോ? യു ക്യാൻ യൂസ് ദ ബോർഡിംഗ് പാസ് ടു ഫിൽ ഇൻ സം ഓഫ് ദ എൻട്രീസ്. നിങ്ങൾ എന്ത് വേണം? ഈ ബോർഡിംഗ് പാസ് ഒന്ന് ഫില്ല് ചെയ്യാൻ സഹായിക്കണം. എന്താണ്? സെൽഫ് റിപ്പോർട്ടിംഗ് ഫോം. നോക്കാം എന്താണെന്ന്. ഓൾ പാസഞ്ചേഴ്സ് കമ്മിങ് ടു ഇന്ത്യ ആർ റിക്വയർഡ് ടു ഫിൽ അപ്പ് ദിസ് പ്രോ ഫോമ ആൻഡ് സബ്മിറ്റ് ഇറ്റ് at the travelers counter at the exit. എന്താണ്? എല്ലാ പാസഞ്ചേഴ്സും, ഇന്ത്യയിലേക്ക് വരുന്ന എല്ലാ പാസഞ്ചേഴ്സും ഇത് ഫില്ല് ചെയ്യണം. എന്താണ് ഇൻഫർമേഷൻസ്? പേഴ്സണൽ ഇൻഫർമേഷൻസ് അല്ലേ. അതായത് നമ്മൾ പുറത്തുനിന്ന് വരുന്നവർക്ക് വല്ല കോവിഡോ മറ്റോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, വല്ല അസുഖങ്ങളൊക്കെ ബാധിച്ചിട്ടുണ്ടോ, പനി വന്നിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലെല്ലാം ഓപ്ഷൻസ് ഇതിനകത്ത് കാണും. നമുക്ക് നോക്കാം. പേഴ്സണൽ ഇൻഫർമേഷൻ, നെയിം ഓഫ് ദ പാസഞ്ചർ. നമ്മുടെ പാസഞ്ചർ ആരാണോ അദ്ദേഹത്തിന്റെ പേര് ഇവിടെ എഴുതണം. ഇപ്പൊ നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ പേര് ഇവിടെ എഴുതാം. ഫ്ലൈറ്റ് നമ്പർ, എക്സാമ്പിൾ നമ്മൾ തന്നിട്ട് A123 അങ്ങനെയുള്ള ഫ്ലൈറ്റ് നമ്പർ എഴുതാം. സീറ്റ് നമ്പർ എത്രയെന്ന് വെച്ചാൽ അത് എഴുതണം. ഡേറ്റ് ഓഫ് അറൈവൽ, എത്തിച്ചേരേണ്ട തീയതി. പോർട്ട് ഓഫ് ഒറിജിൻ ഓഫ് ജേണി, എവിടുന്നാണ് നമ്മൾ യാത്ര ആരംഭിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ദുബായ്. പോർട്ട് ഓഫ് ഫൈനൽ ഡെസ്റ്റിനേഷൻ, നമുക്ക് എവിടെയാണ് വരേണ്ടത്? കൊച്ചി അല്ലേ. ഫൈനൽ ഡെസ്റ്റിനേഷൻ എഴുതണം. പിന്നെന്താണ്? കോണ്ടാക്ട് അഡ്രസ് ഇൻ ഇന്ത്യ ഫോർ ആൾ ട്രാവലേഴ്സ്. കോണ്ടാക്ട് അഡ്രസ് എഴുതണം. ഹൗസ് നമ്പർ എഴുതണം, വീട്ടിന്റെ നമ്പർ എഴുതണം, സ്ട്രീറ്റ് എഴുതണം, വില്ലേജും എഴുതണം. പിന്നെന്താ? തഹസിൽ, പിന്നെ ഏത് താലൂക്കാണെന്ന് എഴുതണം. ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ സിറ്റി ഏതാന്ന് എഴുതണം. സ്റ്റേറ്റ്, നമ്മുടെ കേരള സ്റ്റേറ്റ്. പിൻകോഡ് എഴുതണം. റെസിഡൻസ് നമ്പർ എഴുതണം, നമ്മുടെ വീടിന്റെ നമ്പറോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ റെസിഡൻസ് നമ്പർ എഴുതണം. നമ്മുടെ മൊബൈൽ നമ്പർ വെക്കണം. പിന്നെ ഇമെയിൽ ID ഉണ്ടെങ്കിൽ അതും വെക്കണം. ഡീറ്റെയിൽസ് ഓഫ് കൺട്രീസ് വിസിറ്റഡ് ഇൻ ലാസ്റ്റ് 28 days. ഈ നമ്മൾ ഇത് എഴുതുമ്പോൾ 28 ദിവസത്തിനുള്ളിൽ വിസിറ്റ് ചെയ്ത കൺട്രീസിന്റെ ഡീറ്റെയിൽസും കൂടെ കൊടുക്കണം. ആർ യു സഫറിംഗ് ഫ്രം എനി ഓഫ് ദ ഫോളോയിങ് സിംറ്റംസ്. നിങ്ങൾക്ക് ഈ താഴെ പറഞ്ഞതിൽ ഏതെങ്കിലും സിംറ്റംസ് ഉണ്ടോ എന്ന് കൂടി ടിക്ക് ചെയ്യേണ്ടതാണ്. ഫീവർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. പിന്നെ കഫ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. റെസ്പിറേറ്ററി ഡിസ്ട്രസ്, ഇത്രയും 3 ഡിസീസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ കോളങ്ങളിൽ നമ്മൾ ടിക്ക് ചെയ്യേണ്ടതാണ്. എന്തിനാണ് ചെയ്യുന്നത്? ഫീവർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം, കോവിഡും അതുപോലെയുള്ള ഓരോ രോഗങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ബോർഡിംഗ് പാസിൽ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങൾ. മനസ്സിലായെന്ന് കരുതുന്നു. നെക്സ്റ്റ് മൂവ് ഓൺ ദ നെക്സ്റ്റ് ടോപ്പിക്. നോട്ട് ദ വേർഡ്സ് ഇൻ ഇറ്റാലിക്സ് ഇൻ ദ ഫോളോയിങ് സെന്റൻസ്. നമ്മുടെ താഴെ തന്നേക്കുന്ന 2 സെന്റൻസിൽ നിങ്ങൾ കണ്ടു കാണും, ഇറ്റാലിക്സിൽ 2 വാക്ക് കൊടുത്തിട്ടുണ്ട് അല്ലെ. സെറൈൻ ആൻഡ് ഇമ്പോസിംഗ്. ഇത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് നോക്കാം. ദ സീ ഹാഡ് ദ സെയിം സെറൈൻ അപ്പിയറൻസ് എവരിവെയർ.
One experiences a kind of heavenly bliss at these quiet beaches. നമ്മൾ പഠിച്ചതാണ്. നമ്മൾ സീ ഹാഡ് ദ സെയിം സെറൈൻ അപ്പിയറൻസ് എവരിവെയർ. സീ കാണുമ്പോൾ എല്ലാ സ്ഥലത്തും ശാന്തമായിട്ടുള്ള അപ്പിയറൻസ് അല്ലേ കാണുന്നത്. ഓൺ എക്സ്പീരിയൻസസ് എ കൈൻഡ് ഓഫ് ഹെവൻലി ബ്ലിസ് അറ്റ് ദീസ് ക്വയറ്റ് ബീച്ചസ്. ഒരു വ്യക്തിക്ക്, അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള വ്യക്തിക്ക് ഒരു ഹെവൻലി ബ്ലിസ് ആണ് ഈ ക്വയറ്റ് ബീച്ചസിനെ കാണുമ്പോൾ തോന്നുന്നത്. നെക്സ്റ്റ് സെന്റൻസ് ഏതാണ്? ഐ വാസ് ഏബിൾ ടു വ്യൂ ദ ഇമ്പോസിംഗ് ബുർജ് ഖലീഫ, ദ ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ വേൾഡ്. പിന്നെന്താണ്? ബുർജ് ഖലീഫയെ കുറിച്ചാണ് പറയുന്നത്. ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ വേൾഡ്. ഐ വാസ് ഏബിൾ ടു വ്യൂ ദ ഇമ്പോസിംഗ് ബുർജ് ഖലീഫ. ഇമ്പോസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാൻഡ് ആൻഡ് ഇംപ്രസീവ് ഇൻ അപ്പിയറൻസ് അല്ലേ. ബുർജ് ഖലീഫ എന്ന് പറയുന്നത് ഒരു ഗ്രാൻഡ് ആയിട്ടും ഇംപ്രസീവ് ആയിട്ട് തോന്നുന്ന ഒന്നാണ്. ദ ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ വേൾഡ്, ബുർജ് ഖലീഫ. ആ രണ്ട് സെന്റൻസ് തന്നിട്ടുണ്ട്. എന്ത് ചെയ്യണം? Some words are used to describe people, places and things. They describe how people, places or things look like, taste, smell or feel. നോക്കാം. നമ്മൾ ഇങ്ങനെ കുറച്ച് വേർഡ്സ് എന്തിനൊക്കെയാണ് ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്? പീപ്പിളിനെയും പ്ലേസിനെയും തിങ്സിനെയും ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഇങ്ങനെയുള്ള കുറച്ച് വാക്കുകൾ ഉപയോഗിക്കും അല്ലേ. ഇത് എങ്ങനെയാണ് പീപ്പിളിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്നും സ്ഥലത്തിനെയും ഓരോ കാര്യങ്ങളെയും എങ്ങനെയാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് ഈ ഇറ്റാലിക്സിൽ തന്ന വേർഡ്സിൽ നിന്ന് എഴുതാനാണ് പറയുന്നത്. നോക്കാം. റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് എ പ്ലേസ് യു ഹാവ് റീസെന്റ് വിസിറ്റഡ് യൂസിങ് സം ഓഫ് ദീസ് വേർഡ്സ്. ഈ വേർഡ്സ് ഉപയോഗിച്ചിട്ട്, ഈ കോളത്തിൽ തന്നേക്കുന്ന വേർഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കണം. നമ്മൾ റീസെന്റ്ലി വിസിറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഈ ബോക്സിൽ തന്നേക്കുന്ന ഇത്രയും വേർഡ്സ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കണം. മനസ്സിലായോ? ഏതൊക്കെ വേർഡ്സ് ആണ്? ബ്യൂട്ടിഫുൾ, പ്രെറ്റി, ക്വയറ്റ്, ബിസി, പീസ്ഫുൾ, നോയ്സി, ഗ്രീൻ, സേഫ്, ഡേഞ്ചറസ്, ക്രൗഡഡ്, എംറ്റി, കളർഫുൾ, ലേവ്ലി, ബ്രീത്ത് ടേക്കിംഗ്, പീസ്ഫുൾ, ബസ്ലിംഗ്, വൈബ്രന്റ്. ഇത്രയും വേർഡ്സ് നമ്മൾ എഴുതുന്ന ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കണം. മനസ്സിലായെന്ന് കരുതുന്നു. എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക് ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇപ്പോൾ ഒരു പാർക്കിൽ പോകുകയെന്ന് കരുതുക. നമ്മൾ പാർക്കിൽ പോയി കഴിഞ്ഞാൽ എന്ത് എഴുതും? പാർക്കിൽ പോകുകയെന്ന് കരുതുക. ഫ്രം മൈ ഹോം, റീസെന്റ് ഐ വിസിറ്റഡ് എ ബ്യൂട്ടിഫുൾ പാർക്ക് ദാറ്റ് വാസ് ബോത്ത് വൈബ്രന്റ് ആൻഡ് പീസ്ഫുൾ എന്ന് എഴുതാം അല്ലേ. ഞാനൊരു ബ്യൂട്ടിഫുൾ പാർക്ക് വിസിറ്റ് ചെയ്തു, അത് വൈബ്രന്റ് പീസ്ഫുള്ളും ആണ്. അപ്പൊ നോക്കിയേ, വൈബ്രന്റ് എന്നുള്ള വേർഡും അവിടെ വരും, പീസ്ഫുൾ എന്ന വേർഡും അവിടെ വരും. എങ്ങനെയാണ്? റീസെന്റ് ഐ വിസിറ്റഡ് എ ബ്യൂട്ടിഫുൾ പാർക്ക് ദാറ്റ് വാസ് ബോത്ത് വൈബ്രന്റ് ആൻഡ് പീസ്ഫുൾ. പിന്നെ എന്തെഴുതാം? ദ ഗ്രീൻ ലാൻഡ്സ്കേപ്പ് വാസ് ഡോട്ടഡ് വിത്ത് പ്രെറ്റി colorful flowers that made the scenery breathtaking. Despite being a popular spot, it wasn't crowded, and I found a quiet, empty bench by the pond. The park was lively with children playing and people jogging, yet it maintained a sense of peacefulness. It felt safe and welcoming, offering a perfect escape from the busy and noisy city life. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ പാർക്കിൽ പോകുന്നതാവാം, ബീച്ചിൽ പോകുന്നതാവാം, നിങ്ങൾ എവിടെ വിസിറ്റ് ചെയ്തോ അവിടെ വിസിറ്റ് ചെയ്യുന്ന സ്ഥലം വെച്ചിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കണം. ഡിസ്ക്രിപ്ഷനിൽ എന്താണ് വേണ്ടത്? ദീസ് വേർഡ്സ് ആർ ദെയർ. ഈ വേർഡ്സ് എല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തണം. ദെൻ നമുക്കുള്ളത് ഗ്ലോസറി ആണ്. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കണം, കാരണം മീനിങ്സ് ഒക്കെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കോംപ്രിഹെൻഷൻ പാസേജിൽ നമ്മുടെ ഈ മീനിങ്സ് ചോദിക്കും. എന്താണ്? ആക്സിഡന്റൽ, ബൈ ചാൻസ്. അമേസ്മെന്റ്, എ ഫീലിംഗ് ഓഫ് ഗ്രേറ്റ് സർപ്രൈസ് ഓർ വണ്ടർ. ബയേർഡ്, അൺകവേർഡ്. ബട്ട്ലർ, എ സീനിയർ മെയിൽ സെർവന്റ്. ഡാസ്ലിംഗ് മീൻസ് എക്സ്ട്രീംലി ബ്രൈറ്റ്. ഡെൻസ് മീൻസ് തിക്ക്. ഡിസാസ്ട്രസ്, കോസിംഗ് ഗ്രേറ്റ് ഡാമേജ്. എറ്റേണിറ്റി മീൻസ് ഇൻഫിനിറ്റ്, അനന്തമായ അല്ലേ, അവസാനിക്കാത്ത, ഓർ അൺഎൻഡിങ് ടൈം. ഐഫുൾ മീൻസ് എ ലോങ് സ്റ്റഡി ലുക്ക് അറ്റ് സംതിങ്. അതായത് ഒരുപാട് നേരം നമ്മുടെ കണ്ണിന് ആനന്ദകരമായി തോന്നുന്ന കാഴ്ചകൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കുന്നതിനാണ്. ഒരുപാട് നേരം നമ്മുടെ കണ്ണിൽ ഇത് തങ്ങി നിൽക്കും. ഫാസിനേറ്റിംഗ് മീൻസ് എക്സ്ട്രീംലി ഇൻട്രസ്റ്റിംഗ്, വളരെ രസകരമായി തോന്നുന്നു. ഫിൽഡ് സ്റ്റോൾ. ഫ്യൂച്ചറിസ്റ്റിക് മീൻസ് ഹാവിംഗ് ഓർ ഇൻവോൾവിംഗ് വെരി മോഡേൺ ടെക്നോളജി. GW എന്താണ്? ജിഗാവാട്ട് ആണ്, അതായത് 1000 മെഗാവാട്ട്സ് ആണ്. ഹാൻഡി വർക്ക് എന്ന് പറഞ്ഞാൽ സംതിങ് ദാറ്റ് വൺ ഹാസ് ഡൺ. Hatched a plan means made a plan, simple. Hovering means remained in the air above. Hues, colors. Nicking means stealing. Obstinate, stubborn. Pricked, stood erect when on alert.
സെറൈൻ മീൻസ് കാം ആൻഡ് പീസ്ഫുൾ. നമ്മൾ പറഞ്ഞല്ലേ സെറൈൻ ബീച്ച്, കാം ആൻഡ് പീസ്ഫുൾ. Skylight, glass windows set in a roof to let light in. Slovenly means careless or untidy. Spectacle, a striking and attractive sight. Excused in, obtained something from someone with difficulty. അതായത് excused എന്ന് പറഞ്ഞാൽ ട്രബിൾ, അത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ട്രബിൾ. സ്റ്റാർട്ടിൽഡ് മീൻസ് നമ്മൾ കഴിഞ്ഞ പോയത്തിലുള്ള മീനിങ് ആണ്. സ്റ്റാർട്ടിൽ ഫെൽറ്റ് ഓർ ഷോഡ് സഡൻ ഷോക്ക് ഓർ അലാം. Strewn, untidily scattered. Stupendous, extremely impressive. Suspicious means showing doubt. Swayed means moved or caused to move slowly. Venturing means daring to do something. Wearing means making a low continuous sound. ഇത്രയുമാണ് നമ്മുടെ ചാപ്റ്റർ. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. എല്ലാവരും വീഡിയോ കണ്ടിട്ട് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക് യു.